അല്ല, ഇന്നലെ ഇവിടെ ഫോറസ്റ്റുകാർ ഈ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ഉണ്ടായിരുന്നു. മാങ്ങാക്കൊല്ലി ഭാഗത്താണ് ഈ കഴിഞ്ഞ രാത്രി ഒരു ആടിനെയും കൂടെ കടുവ പിടികൂടി. അന്നേരം ഇതിനെ ഭക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. പെട്ടെന്ന് തന്നെ ഫോറസ്റ്റുകാർ ഇവിടെ എത്തുകയും ഈ വീട്ടിനുള്ളിൽ വെറ്റിനറി ഡോക്ടർമാരടക്കം തമ്പടിക്കുകയും ഈ കടുവ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞ് അവിടെ നിന്നും ഇതിനെ മയക്കോടി വെക്കാനുള്ള സാധ്യതകളെല്ലാം തന്നെ ചെയ്യുകയുണ്ടായി. പക്ഷേ ദൗർഭാഗ്യവശാൽ അതിന് ഫലപ്രാപ്തി കണ്ടിട്ടില്ല. എന്നാലും ഈ ശ്രമം നമ്മൾ ഇനിയും തുടരും എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. കൂടുതലായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അടിയന്തരമായിട്ട് യോഗം ചേർന്ന് തീരുമാനിക്കുന്നതായിരിക്കും. രാത്രി മുതൽ ക്യാമ്പ് ചെയ്യാണല്ലോ നിങ്ങൾ? അതെ അതെ അതെ, വർക്കാണല്ലോ നടക്കുന്നത്. തീർച്ചയായിട്ടും. ആ മേഖലയിൽ സൈറ്റ് ചെയ്തിരുന്നു ശരിക്കും? നേരത്തെ ഈ ഊട്ടിക്കവല പ്രദേശത്ത് സൈറ്റ് ചെയ്തിരുന്നു. ഊട്ടിക്കവല ഭാഗത്ത് തെർമൽ ഡ്രോണിൽ സൈറ്റ് ചെയ്തിരുന്നു. പിന്നീട് കുറച്ച് പാതിരാത്രി ആയതിനു ശേഷം ഇതിൻ്റെ സഞ്ചാരപഥം ഇങ്ങോട്ടേക്ക് മാറുന്നതായിട്ടാണ് നമ്മൾ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ മനസ്സിലായത്. 12 മണിക്ക് ശേഷമാണ് ഈ ഒരു മാങ്ങാക്കൊല്ലി ഭാഗത്ത് ഈ ഒരു ആടിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അത് അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിനെ തുടർന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ വെറ്റിനറി ഡോക്ടർമാർ ഇവിടെ ഈ ആടിനെ പിടിച്ച് കൊന്ന വീട്ടിൽ തന്നെ തമ്പടിക്കുകയും കടുവ വീണ്ടും വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ വെച്ചിട്ട് ഇതിനെ മയക്കോടി വെക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ ഫലപ്രാപ്തി കണ്ടില്ല. എന്നാലും നമ്മൾ ഇനിയും ഈ ശ്രമങ്ങൾ തുടരുന്നതാണ്. ഇപ്പോൾ വിസിബിലിറ്റിക്ക് പുറത്താണോ സാർ? അതെ, നിലവിൽ ഇനിയിപ്പോൾ നമ്മൾ ഈ പകൽ സമയമായതുകൊണ്ട് തെർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയ്ക്ക് പകരം നോർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന തുടരുന്നതാണ്.